സെപ്റ്റിക് ടാങ്ക്, വേസ്റ്റ് വാട്ടർ ടാങ്ക് എന്നിവ യഥാസ്ഥാനങ്ങളിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത്, അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് സെപ്റ്റിക് ടാങ്കും വേസ്റ്റ് വാട്ടർ ടാങ്കും എന്നുണ്ടെങ്കിൽ ഫെങ് ഷുയ് പ്രകാരം ഈ ദിക്ക് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ ഏരിയയാണ്. അപ്പോൾ ഇവിടെ സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ ഈ ഭാഗം മലിനപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ബന്ധങ്ങൾക്ക്, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം, ഭാര്യ ഭർത്താവ് ബന്ധം, വിവാഹ തടസ്സം, ഭാര്യ ഭർത്താവ് തമ്മിൽ അഭിപ്രായ വ്യത്യാസം, വഴക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഫെങ് ഷുയ് പ്രകാരം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 8 ദിക്ക് ഉണ്ട്, ഒരു ബ്രഹ്മസ്ഥാനവും ഉണ്ട്. ഈ 8 ദിക്കും ഓരോ വ്യക്തികളെയും, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയാണ് ഫെങ് ഷുയ് പ്രകാരം സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്ക്, വയറിൻ്റെ ഏരിയയാണ് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതായത് സെപ്റ്റിക് ടാങ്കും വേസ്റ്റ് വാട്ടർ ടാങ്കും ടോയ്ലറ്റ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഫെങ് ഷുയിൽ പറയുന്നു. ഇതുപോലെ ഈ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് സെപ്റ്റിക് ടാങ്കും വേസ്റ്റ് വാട്ടർ ടാങ്കും വന്നാൽ വിവാഹ തടസ്സം, ഡൈവോഴ്സ്, ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത ഫെങ് ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിഹാരമായിട്ട് നമുക്ക് സൗത്ത് വെസ്റ്റ് പുറത്ത് റെഡ് ലൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഈ വർഷം അത് അവിടെ 9 വന്ന് നിൽക്കുന്നത് കൊണ്ട് ഈ റെഡ് ലൈറ്റ് ഉപയോഗിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. ആ ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടോയ്ലറ്റിനകത്ത് ഫൈബർ റോഡ് വിൻചെയിമും അല്ലെങ്കിൽ കർവ്ഡ് നൈഫും ഉപയോഗിക്കാവുന്നതാണ്. ടോയ്ലറ്റോ സെപ്റ്റിക് ടാങ്ക്, വേസ്റ്റ് വാട്ടർ ടാങ്ക് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഒരു പരിഹാരം ചെയ്ത് അതിൻ്റെ ദോഷത്തെ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. നിങ്ങളും ഇത് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു.